ശ്രീഹരേ നമഃ. ശ്രീരാമചന്ദ്രപ്രഭോ നമോ നമഃ. ശത്രുച്ഛേദൈകമന്ത്രം സരസമുപനിഷദ്വാക്യസമ്പൂജ്യമന്ത്രം സംസാരോത്താരമന്ത്രം സമുചിതസമയേ സംഗ നിര്യാണമന്ത്രം സർവൈശ്വര്യൈകമന്ത്രം വ്യസനഭുജകസന്ദഷ്ടസന്ത്രാണമന്ത്രം ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. രാമായണ പ്രിയരെ, നമ്മൾ ഇന്ന് സുന്ദരകാണ്ഡത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കളകാഞ്ചി വൃത്തത്തിലുള്ള അതിമനോഹരമായ വൃത്തമാണ് സുന്ദരകാന്ഡം. ഇതിലാണ് സുന്ദരൻ എന്ന് വെച്ചാൽ വാനരൻ എന്നും അർത്ഥമുണ്ട്, അതിസുന്ദരം എന്നും അർത്ഥമുണ്ട്. രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളിലും വെച്ച് അതിസുന്ദരമായ കാണ്ഡമാണ് സുന്ദരകാന്ഡം. അതിൽ വാനരന്മാരെ കുറിച്ചാണ് കുറച്ചധികം പ്രതിപാദിക്കുന്നുള്ളത്. അത് നമുക്ക് നോക്കാം. ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാ? സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമീ കഥയ മമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ട മതിവരാ. ഇങ്ങനെയാണ്. എന്താണ്? സകല തത്തകളുടെയും തിലകമായിരിക്കുന്ന, അത്രയും മേലെ ഇരിക്കുന്ന, അത് മാത്രമല്ല സാരസ്യ പീയൂഷ, അതിന്റെ ആ പീയൂഷത്തിന്റെ സാരസർവസ്വമായ തത്തക്കുട്ടി കഥകൾ പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അപ്പൊ തത്ത പറയാൻ തുടങ്ങി. എങ്ങനെ പറയണു? കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഹൃദയത്തിലെടുത്ത് വെച്ച് പറയാൻ തുടങ്ങി. എന്താ പറയണേ? ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൾ എന്നരുളി ചെയ്തു. തത്ത പറയുന്നു, ഹിമശിഖരി സുതയോടത്തോട്, പാർവതീദേവിയോട് ഗംഗാധരൻ മഹാദേവൻ ഒന്ന് ചിരിച്ചിട്ട് കേട്ടോളൂ പ്രിയേ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്ന ആ ഒരു കഥാവൃത്തം. ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിന യുഗളം മുദാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരുടമിത ബലസഹിതം ഉര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും. അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോളൂ എൻ്റെ ശക്തിയും എൻ്റെ വീര്യപരാക്രമങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ എൻ്റെ അച്ഛൻ പോകുന്നത് പോലെ, അതുപോലെ ഞാൻ അത് കാറ്റിൻ്റെ വേഗതയിൽ മമജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകും നിതാശരേ ശാലയെ. ഞാൻ കാറ്റ് പോകുന്നത് പോലെ ആ രാവണന്റെ കൊട്ടാരത്തിലേക്ക് ഇതാ പോണു, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എങ്ങനെ പോകുന്നു? എന്താ കാരണം പോവാൻ? അജതനയ തനേശരസമധിക സാഹസാലബ്ദേവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോട് വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. അജതനയ തനയ ശരം, അതായത് ശ്രീരാമചന്ദ്രന്റെ ശരം പോകുന്നത് പോലെ. എവിടെ പോകുന്നു? ഞാൻ രാമപത്നിയുടെ അടുത്തേക്ക് പോന്നു. എന്നിട്ട് അവിടെ ദേവീനെ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്ര സ്വാമിക്ക്
മനസ്സിലാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. പ്രന്തജന ബഹുജനന മരണ ഹരനാമകം പ്രാണപ്രയാണകാലെ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാക്കും പുനസ്തസ്യോസ്മ്യകം. അത് മാത്രമല്ല, തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാംബുലിയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയം മുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി കേതുമേ. ആ ഭഗവാന്റെ നാമം ചിന്തിച്ചാൽ തന്നെ ജനന മരണമായ ദുഃഖങ്ങളെ കടക്കാൻ ഉള്ള തോണിയാണ് ആ ഭഗവാന്റെ നാമം മാത്രം മതി. മരണകാലത്ത് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ജനനം മരണം ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവൂല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദൂതനല്ലേ ഞാൻ. അതുമാത്രമല്ല, എൻ്റെ ശിരസിൽ ആ ഭഗവാന്റെ തിരുവിരലിൽ അണിഞ്ഞിരിക്കുന്ന അങ്കുലീയ ഉണ്ട്. ആ മോതിരം എൻ്റെ കയ്യിലുണ്ട്, തലയിൽ. ഞാനത് വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഞാൻ അത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാട്ടോ അങ്ങെന്നും പറഞ്ഞ് ആ വാലിങ്ങനെ ഉയർത്തി കൈ ഇങ്ങനെ പരത്തി വെച്ചു. ഒരു വിമാനത്തിന്റെ മോഡല് ആക്കിയിട്ട് ആ കുഞ്ചിതാമുഖിയായ ഊർധ്വനെ എഴുതിക്കിലേക്ക് ഓട്ടം അങ്ങനെ നോക്കിയിട്ട് ഹൃദയം എവിടെ വെച്ചു? ദശവദനപുരിയിലേക്ക് വെച്ചു ഹൃദയം. അവിടെ എത്തിയിട്ട് എനിക്ക് വിശ്രമമുള്ളൂ എന്നും പറഞ്ഞ് ദക്ഷിണ ദിക്കിലേക്ക് ഒരൊറ്റ ചാട്ടങ്ങ് ചാടി. അപ്പോ പതക പതിരിവ പവന സുതനഥ വിഹായസ ഭാനുബിംബഭയ പോകും ദശാന്തരേ അമര സമുദയമനിലതനയ ബല വേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. അപ്പൊ ദേവന്മാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഒന്ന് നോക്ക് ഇവന് എത്രമാത്രം ബലവേഗങ്ങളുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരാ സുരസയോട് പറഞ്ഞു, ഒന്ന് പോയിട്ട് ആ യാത്ര ഒന്ന് മുടക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് വന്നു. നാഗജനനിയാണ് സുരസ. ത്വരിതമനിലമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ വരികെന്നതു കേട്ടവൾ ഗഗനപതി പവന സുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധൗമേവിനാൾ. അഹങ്കാരത്തോടെ പോയത്. എനക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ഈ സുരസ പോയത്. എന്നിട്ട് എന്ത് പറഞ്ഞു? കണ്ടില്ലയോ ഭവാൻ എന്നെ കവിവര, അങ്ങ് എന്നെ കണ്ടില്ലേ? ഇതുവഴി ആർക്കും പോവാൻ പറ്റൂല ഞാൻ അറിയാതെ. ഞാൻ അങ്ങനെയുള്ള ആളെ ഭക്ഷിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കിപ്പോ നല്ലോണം വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ വായിലൂടെ കയറെൻ്റെ വയറ്റിലേക്ക് എന്ന് പറഞ്ഞു. കടിച്ചു വലിച്ചു തിന്നാനൊന്നും കഴിയില്ല, അങ്ങ് എൻ്റെ വായിലൂടെ എൻ്റെ വയറ്റിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. വലിയാണ് അതനു സുരസാഗരം, ഒരു ഗംഭീരപ്പെട്ട തടി ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അന്നേരം പറഞ്ഞു, അഹമഖില ജഗദധിവീപൻ അമരപുരുഷാസനാലാശു സീതാന്വേഷണത്തിന് പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാ ശോഭ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിലപഗത ഭയാകുലം താല്പര്യം ഉൾക്കൊണ്ടുവന്നു കുക്കിയിടുവൻ. നോക്കണേ ആ മാരുതിയുടെ ആ സംഭാഷണത്തിന്റെ ഒരു ശൈലി. അപ്പൊ എനിക്ക് അങ്ങയുടെ അമ്മയുടെ വയറ്റിലേക്ക് വയലിലൂടെ കടക്കാൻ പറ്റൂല. ഞാൻ പോയിട്ട് സീതാന്വേഷണത്തിനാണ് പോകുന്നത്. എൻ്റെ ഈശ്വരന്റെ ഭഗവാന്റെ അനുജ്ഞ സ്വീകരിച്ചിട്ട് ഞാൻ സീതാദേവിനെ കാണാൻ പോവുകയായിരുന്നു. അവളെ പോയിട്ട് ആ രാവണന്റെ രാജ്യത്ത് ലങ്കയിൽ കണ്ടിട്ട് 2 ദിവസത്തിനുള്ളിലും അദ്യവ ശോഭ, നാളെയോ മറ്റന്നാളോ ഞാൻ തിരിച്ചു വരും. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സ്വാമിനെ അറിയിക്കാനുണ്ട്. ഞാനത് അറിയിച്ചിട്ട് വന്നിട്ട് അമ്മയുടെ വായിലൂടെ ഞാൻ അകത്ത് കടന്നോളാം. അതുവരെ അമ്മ വിശപ്പ് സഹിച്ചിരിക്കാനേ പറ്റുള്ളൂ, വേറൊരു ഗതിയില്ല എന്ന് പറഞ്ഞു.
എന്നിട്ടോ അനൃതമക തളിരിലൊരു പൊഴുതും അറിവീലഹമാശു മാർഗം ദേഹി ദേവി നമസ്തുതേ. എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലും എൻ്റെ വാക്കിലൊന്നും കളവില്ല, എനിക്ക് വഴി തരണം അമ്മേ എന്നാണ് പറഞ്ഞത്. അന്നേരം പറഞ്ഞു, എനിക്ക് ദാഹവും വിശപ്പും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വന്നപ്പോ ഞാൻ ഒന്ന് വായ തുറന്നോളൂ, ഞാൻ വായിലേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ വായ തുറന്നു. അതിവിപുലം ഒരു യോജനായാമമായ ശുഭനന്ദനൻ നിന്നതു കണ്ടവൾ. ഒരു യോജന അത്രമാത്രം വലുതായിട്ടുണ്ട് അരേ നമ്മുടെ മാരുതി. അപ്പൊ അവരെന്ത് ചെയ്തു, 5 യോജന വിസ്തൃതത്തിൽ വായ തുറന്നു വെച്ചു. അന്നേരം 10 യോജന വളർന്നു ഇദ്ദേഹം. അന്നേരം 20 യോജന വായു വലുതാക്കിയവര്. അപ്പൊ വലിയ വായായില്ലേന്ന് പറഞ്ഞ് ഇദ്ദേഹം 30 യോജന വണ്ണമായി. അങ്ങനെ 50 യോജന അവര് വായു തുറന്നു. ഈ ഇപ്പൊ പറഞ്ഞ 100 യോജനയാണ് സമുദ്രത്തിന്റെ വീതി എന്ന് പറഞ്ഞത്. പകുതി അത്രയും വലിയ വായു തുറന്നു, 50 യോജന. അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇദ്ദേഹം വളരെ ചെറുതായിട്ട് അങ്കുഷ്ട ഒരു വിരലിന്റെ അത്ര മാത്രം ചെറുതായിട്ട് അകത്തേക്ക് കിടന്നു, അതുപോലെ പുറത്തേക്ക് കടന്നു. എന്നിട്ട് പറഞ്ഞു, ശൃണുസുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസി ജയുകളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവകപരിവൃഢവചന നിശമനത ശാന്തരേ പേർത്തും തിരിച്ചു പറഞ്ഞു സുരസയും. വരിക തപ ജയമതി സുഖേന പൂച്ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയുടെ അഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം. അങ്ങനെ പറഞ്ഞു, ഇത് രക്ഷോഗണത്തിനെല്ലാം നശിപ്പിക്കണം, ഞാനിത് തന്നെ പോകുന്നു എന്ന് പറഞ്ഞ് അവര് സുരസ പോയ സമയത്ത് അദ്ദേഹം വീണ്ടും പറക്കാൻ തുടങ്ങി. നല്ല ഹെലികോപ്റ്റർ പോകുന്നതുപോലെ പോകുന്ന സമയത്ത് ആര് പറഞ്ഞു, ജലനിധി അതായത് സമുദ്രം പറഞ്ഞു, നീ പോയിട്ട് സൽക്കരിക്കണതാ കവീന്ദ്രൻ പോകുന്നു, നമ്മുടെ ഹനുമാനത പോകുന്നത് ലങ്കയിലേക്ക്, അല്ലാതെ ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവും, നീ പോയിട്ട് സൽക്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സാഗർ എന്നുള്ള പേര് കിട്ടിയതെന്തേ, ശ്രീരാമചന്ദ്രന്റെ പൂർവികന്മാരാന്ന് എന്നെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ വളർത്തത് അവരാണ്, അതുകൊണ്ടാണ് എനിക്ക് സാഗരന്റെ മക്കള് എന്നെ വളർത്തിയെടുത്തത് കൊണ്ടാണ്, അതുകൊണ്ട് പോണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയിട്ട് പറഞ്ഞു, ഹിമശിഖരി തന്നെ എന്നഹമറിക കവിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കേടോ സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകേടോ. നീ വരൂ, എൻ്റെ മേലിരുന്ന് അതായത് ദാഹവും ക്ഷീണവും ഒക്കെ തീർത്തിട്ട് പോയിക്കോ, നല്ല അമൃതിന് തുല്യമായ ജലം തരാം, ഞാൻ ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞു. അന്നേരം അയ്യോ അത് പറ്റുകയില്ല, ഞാൻ ശ്രീരാമചന്ദ്രന്റെ കാര്യത്തിന് പോകുന്നതാണ്, ആ പെരുവഴിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യൂല, വേറെ എന്തെങ്കിലും ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല, എൻ്റെ മനസ്സിലും എൻ്റെ ശരീരവും ഒക്കെ ഭഗവാനിൽ മാത്രമാണുള്ളത്, അതുകൊണ്ട് ഞാൻ പോകുന്നു, അങ്ങയുടെ ആ സൽക്കാരം ഞാനിതാ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കൈകൊണ്ട് പർവ്വതാധീശൻ നിന്ന് തലോടി പോയിട്ടോ. കുറച്ചങ്ങെത്തുമ്പോഴത്തേക്ക് വേറൊരു ബുദ്ധിമുട്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ വിഘ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. തദനു ജലനിധിയിലധികഭിരദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹണിയും. ഒരു ഛായാഗ്രഹണക്കാരൻ നിഴല് പിടിച്ച് നിർത്തിയിട്ട് തിന്നും. ശരീരം പിടിക്കണ്ട, നമ്മളിങ്ങനെ പോകുമ്പോൾ ശരീരം പിടിക്കൂല, നിഴല് പിടിച്ചാൽ എന്നാൽ തന്നെ നമ്മളവരെ പിടിയിൽ ഒതുങ്ങും. അങ്ങനെ തന്നെ ഒരു ഗംഭീരപ്പെട്ട ഒരുത്തി. അവരിങ്ങനെ വരുന്ന സമയത്ത് ഒരൊറ്റ അടി കൊടുത്തിട്ടോളെ കൊന്നു. എന്നിട്ടും പറക്കുന്ന സമയത്ത് ഈ സൂര്യഭഗവാൻ ചരമഗിരി ശിരസി അസ്തമിക്കാനായി ലങ്കാഗോപുരത്തിൽ
ഹരി കവീന്ദ്രനും പ്രവേശിച്ചു. രണ്ടാള് രണ്ട് സമയത്ത്, ഒരേ സമയത്ത് രണ്ടുപേര്. സൂര്യഭഗവാൻ സമുദ്രത്തിലേക്കുമ്പോൾ ലങ്കയുടെ ഗോപുരത്തിലേക്ക് കവീന്ദ്രനും വന്നു. ഒരു ഗംഭീരപ്പെട്ട ദശവദന നഗരം, അതിവിമല വിപുലസ്ഥലം, അങ്ങനെയൊക്കെയാണ് വർണ്ണിക്കുന്നത്. അവിടെ ഇരുട്ടൊന്നുമില്ല. ഈ എന്താ പറയാ, മണി കനകമയം, അമരപുര സദൃശം, ദേവേന്ദ്രന്റെ കൊട്ടാരത്തിനോട് സദൃശമായ, ദേവലോകത്തിനോട് സദൃശമായ ഈ ലങ്ക ത്രികൂടാചലത്തിന് മുകളിൽ ഇങ്ങനെ കണ്ടു. എന്നിട്ടോ ഒരുപാട് കടങ്ങൊക്കെ ഉണ്ട് എങ്ങനെ കടക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ശ്രീപത്മനാഭൻ, അതായത് ശ്രീരാമചന്ദ്ര സ്വാമീനെ മനസ്സിൽ നല്ലോണം ഓർത്തിട്ട് എങ്ങനെ കടന്നു? പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകളടി മലരും അകതളിൽ ഒത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം. അങ്ങനെ ദേവീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെറിയൊരു കടുകിന് തുല്യം എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മൾ സാധാരണ കാണുന്ന കുരങ്ങന്മാർക്ക്, കുഞ്ഞു കുരങ്ങന്മാർക്ക് തുല്യം ചെറുതായിട്ട് ഇടതുകാല് വെച്ചു. അതാണ് ഇടതുകാല് വെച്ചു എന്നല്ല, രാമായണത്തിലത്തെ ഓരോരു വാക്കിനും അതിൻ്റെതായ അർത്ഥവും വ്യാപ്തിയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇടതുകാല് വെച്ചാൽ അവിടെ മുടിയും. അത് നമ്മളിപ്പം വിവാഹം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയോട് പറയില്ലേ, വലത് കാല് വെച്ച് കയറും മോളെ എന്ന് പറയും. പാദം മുഴുവനും വെള്ളം കൊണ്ട് നനച്ച് വലത് കാല് വെച്ച് കയറാൻ പറയുന്നതിൻ്റെ ഒക്കെ അർത്ഥം ഇതാണ്. ഇടത് കാല് വെച്ച് ഇടമുടിയും ഒപ്പാണ്. ഇവന് ഇദ്ദേഹത്തിന് ഇപ്പൊ ലങ്ക മുടിക്കല്ലേ വേണ്ടത്. അങ്ങനെ കടക്കുന്ന സമയത്ത് ഒരു രാക്ഷസ വേഷത്തോടെ ഒരു സ്ത്രീ വന്നിട്ട്, ആരാണ് നീ? എവിടുന്ന് വരുന്നു? എന്തിനു വരുന്നു? ഞാൻ അറിയാതെ ഒറ്റ ഒരാൾക്ക് പോലും ഇവിടെ കടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷി ആയിക്കോട്ടെ, പശു ആയിക്കോട്ടെ, മൃഗങ്ങൾ, ഏത് മൃഗങ്ങളായിക്കോട്ടെ, അസുരനാവട്ടെ ദേവനാവട്ടെ, ആർക്കും ഞാനറിയാതെ കടക്കാൻ പാടില്ല. ഒറ്റൊരടി കൊടുത്തു. അടി ഒന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങല്ല, 1000 മടങ്ങ് അടി അങ്ങോട്ട് കൊടുത്തു അരി നമ്മുടെ ഹനുമാൻ സ്വാമി. അത് കൊണ്ടിട്ട് അവിടെ തന്നെ വീണ് ചോര ഛർദ്ദിച്ചിട്ടാകുമ്പോൾ വേഗം എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങയുടെ കൈക്കരുത്ത് ഞാൻ അറിഞ്ഞു. എന്നോട് ധാതാവ്, അതായത് നമ്മുടെ ബ്രഹ്മാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദള അവനീലവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യയേ. നമ്മുടെ ശ്രീനാരായണൻ 28ാം ചതുർയുഗത്തിലെ ദശരഥൻ എന്നു പേരുള്ള രാജാവിന് പുത്രനായിട്ട് അവതരിക്കും. അപ്പം അവര് ദശകണ്ഠനെ കൊല്ലാൻ വേണ്ടിയിട്ട് വനവാസത്തിന് പോയ സമയത്ത് ഈ സീതാദേവീനാ, ഇപ്പൊ സീതാദേവി എല്ലാം പറഞ്ഞു, ജനക എന്ന മഹാരാജാവിന് മകളായിട്ട് സീതാദേവി ഉണ്ടാവും. അവരങ്ങനെ വിവാഹം കഴിച്ചതിന് കുറച്ചു കാലം കഴിയുമ്പോൾ എന്തോ ഒരു കാരണം, പ്രത്യേക കാരണം ഉണ്ടാക്കിയ കാരണം എന്ന് വെച്ചാൽ ദശകണ്ഠനെ കൊല്ലല് തന്നെയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്യും. 4 ഭാഗത്തേക്കും പരമമാറ വിടും സീതാന്വേഷണത്തിന്. ആ സമയത്ത് ഒരാള് വരും അങ്ങയുടെ അമ്മ ദേവിയുടെ അടുത്തേക്ക്. അന്നേരം ലഹള കൂടണം, അടി കൂടുമ്പോൾ ഒരടി കിട്ടുമ്പോൾ നീ ഇങ്ങോട്ട് വന്നോളൂ, ഒരു കവിയോടൊരു ദിവസം അടി ചടുത്തിക്കൊള്ളിൽ നീ ജോമി വാങ്ങിക്കൊള്ളുകെന്നും വിരിഞ്ചനം. ഒരു ദിവസം ഒരു വാനന്റെ അടി കിട്ടി, അപ്പം നീ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദേവസ്ത്രീ ആയിരുന്നു, ഒരു ശാപം മൂലം രാക്ഷസിയായതാണ്, ഇനി വേഗം പോയിക്കോ, നീ ലങ്ക ജയിച്ചു എന്നാ പറഞ്ഞത്. ലങ്ക നീ ജയിച്ചു, ഇനി ആ രാവണന് മരണമായി. ഇപ്പൊ ദേവീനെ കണ്ട്, ദേവീനെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ധീരലീലാവനെ പാദപസംകുലേ നവകുസുമ ഫലസഹിത വിടവി യുധശിംശപാവൃക്ഷത്തിൻ ചുവട്ടിലതിശുച. അങ്ങനെ ഒരു ശിംശപാവൃക്ഷം എന്ന പേരുള്ള ഒരു വൃക്ഷത്തിന്റെ ചോട്ടില് ചുറ്റുപാട് ഒരുപാട് രാക്ഷസ സ്ത്രീകളുടെ കാവലിന്റെ നടുവില് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ
ഓടി തിരിച്ചിങ്ങോട്ടും കടന്ന് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വേഗം വേഗം കാര്യങ്ങൾ നീക്കിക്കോളൂ, ഞാനിനി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ലങ്കാലക്ഷ്മി പോയി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഭഗവാൻ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നത്. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം പാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധ്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി.